അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയസ്പർശിയുമായ ഒരു യാത്ര, ഇസ്രാ ഉമെഹ്റാജ്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ഖുദ്സിലേക്കും അവിടെ നിന്ന് ഏഴാനാകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ സാമീപ്യത്തിലേക്കും നടത്തിയ ആ മഹായാത്രയുടെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. ഈ യാത്ര നടന്നത് പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ഘട്ടത്തിലായിരുന്നു. ചരിത്രകാരന്മാർ ഇതിനെ ദുഃഖവർഷം, ആമുൽ ഹുസൻ എന്ന് വിളിക്കുന്നു. പ്രവാചകന് താങ്ങും തണലുമായിരുന്ന പ്രിയതമ ഖദീജ ബീവി റളിയല്ലാഹുവും സംരക്ഷകനായിരുന്ന വലിയുപ്പ അബൂതാലിബും വഫാത്തായ സമയം, കൂടാതെ ത്വായിഫിൽ പോയപ്പോഴുണ്ടായ കഠിനമായ പീഡനങ്ങൾ. പ്രവാചകന്റെ മനസ്സ് ഏറെ വിഷമിച്ചിരുന്ന ആ സന്ദർഭത്തിലാണ് അല്ലാഹു തന്റെ പ്രവാചകനെ ആശ്വസിപ്പിക്കാനും തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊടുക്കാനും ആ ആകാശയാത്രയ്ക്കായി ക്ഷണിക്കുന്നത്. ഇസ്രാഉ, മക്കയിൽ നിന്ന് ഖുദ്സിലേക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്തെത്തുകയും കാഴ്ബയുടെ പരിസരത്തുനിന്ന് ബുറാഖ് എന്ന വാഹനത്തിൽ യാത്ര ആരംഭിക്കുകയും ചെയ്തു. കണ്ടെത്തുന്ന ദൂരത്തോളം കാലടി വയ്ക്കുന്ന അതിവേഗത്തിലുള്ള ഒരു വാഹനമായിരുന്നു ബുറാഖ്. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്കുള്ള ഈ രാത്രിയാത്രയെയാണ് ഇസ്രാഉ എന്ന് വിളിക്കുന്നത്. അവിടെ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് നിസ്കരിച്ചു. പ്രവാചകത്വത്തിന്റെ തുടർച്ചയും അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. മിഅ്റാജ്, ആകാശലോകങ്ങളിലൂടെ. മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശലോകത്തേക്കുള്ള യാത്രയാണ് മിഅ്റാജ്. ഓരോ ആകാശത്തിലും വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്തുക്കളായ പ്രവാചകന്മാരെ കണ്ടുമുട്ടി. ഒന്നാം ആകാശം ആദം നബി അലൈഹിസ്സലാം, രണ്ടാം ആകാശം ഈസാ നബി അലൈഹിസ്സലാം, യഹിയ നബി അലൈഹിസ്സലാം. മൂന്നാം ആകാശം യൂസുഫ് നബി അലൈഹിസ്സലാം, നാലാം ആകാശം ഇദ്രീസ് നബി അലൈഹിസ്സലാം, അഞ്ചാം ആകാശം ഹാറൂൺ നബി അലൈഹിസ്സലാം, ആറാം ആകാശം മൂസ നബി അലൈഹിസ്സലാം, ഏഴാം ആകാശം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി ബൈത്തുൽ മഅമൂർ എന്ന സ്വർഗീയ കഅബയിൽ ചാരി നിൽക്കുകയായിരുന്നു. ഏഴാകാശങ്ങൾക്കും മുകളിൽ സൃഷ്ടികളുടെ അറിവ് അവസാനിക്കുന്ന സിദ്റത്തുൽ മുന്തഹ എന്ന ഇലന്തമരത്തിനടുത്ത് പ്രവാചകൻ എത്തി. അവിടെ നിന്ന് അപ്പുറത്തേക്കു പോകാൻ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമിനു പോലും അനുവാദമില്ലായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിച്ചു മുന്നോട്ട് നീങ്ങി. അവിടെ വെച്ച് അല്ലാഹു തന്റെ പ്രവാചകന് വെളിപ്പെട്ടുകൊടുത്തു. ഒരു സൃഷ്ടിക്കും ലഭിക്കാത്ത അത്യുന്നതമായ ആദരവ് അവിടെ വെച്ച് നബിക്ക് ലഭിച്ചു. ഈ യാത്രയിൽ വെച്ചാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ആദ്യം 50 വക്ത് നിസ്കാരമായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉപദേശപ്രകാരം പ്രവാചകൻ വീണ്ടും അല്ലാഹുവിനോട് അപേക്ഷിക്കുകയും അത് 5 വക്തായി ചുരുക്കുകയും ചെയ്തു. എണ്ണം 5 ആണെങ്കിലും പ്രതിഫലം 50-ന്റേത് തന്നെ അല്ലാഹു വാഗ്ദാനം ചെയ്തു. നിസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവുമായുള്ള കൂടിക്കാഴ്ചയാണെന്ന വലിയ സന്ദേശം ഇതിലുണ്ട്. ഈ യാത്രക്കിടയിൽ പ്രവാചകൻ സ്വർഗവും അതിലെ അനുഗ്രഹങ്ങളും നേരിട്ടു കണ്ടു. അതുപോലെ നരകവും അവിടത്തെ കഠിനമായ ശിക്ഷാരീതികളും പ്രവാചകന് കാണിച്ചു കൊടുക്കപ്പെട്ടു. പരലോകമെന്നത് വെറുമൊരു സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിക്കാൻ ഈ കാഴ്ചകൾ സഹായിച്ചു. യാത്ര കഴിഞ്ഞ് പുലർച്ചെ മക്കയിൽ തിരിച്ചെത്തിയ പ്രവാചകൻ ഈ വിവരം നാട്ടുകാരോട് പറഞ്ഞു. എന്നാൽ ഖുറൈശികൾ പരിഹസിച്ചു. ഒരു രാത്രി കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുക അസാധ്യമാണെന്ന് അവർ വാദിച്ചു. എന്നാൽ ഈ വിവരം കേട്ട ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതോടെയാണ് അദ്ദേഹത്തിന് അസ്-സിദ്ദീഖ്, സത്യസന്ധൻ എന്ന പദവി ലഭിച്ചത്. ഇസ്രാഉ മേറാജ് വെറുമൊരു യാത്രയല്ല, അത് അല്ലാഹുവിന്റെ അജയ്യമായ കഴിവുകളുടെ വിളംബരമാണ്. പ്രയാസപ്പെടുന്ന വിശ്വാസിക്ക് അല്ലാഹു കൂടെയുണ്ടാകുമെന്ന വലിയ പ്രത്യാശയാണ്. നമ്മുടെ നിസ്കാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാവാനും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഈ സംഭവം നമുക്ക് പ്രചോദനമാകട്ടെ. മേറാജ് യാത്രയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട കാഴ്ചകൾ കേവലം അത്ഭുതങ്ങൾ മാത്രമായിരുന്നു, മറിച്ച് ഉമ്മത്തിന് നൽകാനുള്ള വലിയ താക്കീതുകൾ കൂടിയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ആകാശലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നബി തങ്ങൾ ചില പ്രത്യേക വിഭാഗം ആളുകളെ കാണാനിടയായി. ഒരിടത്ത് സ്വന്തം നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചും മാന്തിക്കീറുന്ന ഒരു കൂട്ടം ആളുകളെ പ്രവാചകൻ കണ്ടു. അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവരുടെ മാംസം ഭക്ഷിച്ചവരാണ്.
അതായത് പരദൂഷണം പറഞ്ഞവരും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരും. സോഷ്യൽ മീഡിയയും ഗോസിപ്പുകളും നിറഞ്ഞ ഈ കാലത്ത് നാം ഗൗരവത്തോടെ കാണേണ്ട ഒരു കാഴ്ചയാണിത്. മറ്റൊരിടത്ത് തീ കൊണ്ടുള്ള കത്രികകൾ ഉപയോഗിച്ച് സ്വന്തം നാക്കുകളും ചുണ്ടുകളും മുറിച്ചെടുക്കുന്നവരെ കണ്ടു. അവർ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാതിരിക്കുകയും ചെയ്ത പ്രസംഗകരും പണ്ഡിതന്മാരുമായിരുന്നു. വിജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തതിന്റെ ഭയാനകമായ ഫലമാണ് അവിടെ പ്രവാചകൻ കണ്ടത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് വയറുകൾ വീർത്ത് മുറികൾ പോലെയായ ഒരു കൂട്ടം ആളുകളെയാണ്. അവർക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. പലിശ തിന്നുന്നവരുടെ അവസ്ഥയായിരുന്നു അത്. പലിശ എന്ന വിപത്ത് സമൂഹത്തെ എത്രത്തോളം നശിപ്പിക്കുമെന്നതിന്റെ വലിയൊരു സൂചനയായിരുന്നു ആ കാഴ്ച. എന്നാൽ ഈ കഠിനമായ കാഴ്ചകൾക്കിടയിൽ പ്രവാചകനെ സന്തോഷിപ്പിക്കുന്ന സ്വർഗീയ ദൃശ്യങ്ങളും അല്ലാഹു കാണിച്ചുകൊടുത്തു. സ്വർഗത്തിലെ മാളികകളും അവിടുത്തെ സുഗന്ധവും മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച കവാടങ്ങളും പ്രവാചകൻ നേരിൽ കണ്ടു. മുത്തക്കീങ്ങളായ വിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ച് അല്ലാഹു തന്റെ പ്രവാചകനെ ബോധ്യപ്പെടുത്തി. മിഅ്റാജ് യാത്രയുടെ ഏറ്റവും വലിയ സന്ദേശം സ്വലാത്ത് അഥവാ നിസ്കാരം തന്നെയാണ്. ആകാശലോകത്തുവച്ച് അല്ലാഹു നേരിട്ട് നൽകിയ ഈ സമ്മാനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്താണ്. മറ്റെല്ലാ ഇബാദത്തുകളും ഭൂമിയിൽ വച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വഴി അറിയിക്കപ്പെട്ടപ്പോൾ നിസ്കാരം മാത്രം അല്ലാഹു തന്റെ സാമീപ്യത്തിലേക്ക് പ്രവാചകനെ വിളിച്ചുവരുത്തി നൽകിയതാണ്. അതുകൊണ്ടുതന്നെ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. ഈ യാത്രയിലൂടെ പ്രവാചകന് ലഭിച്ച മറ്റൊരു വലിയ ആശ്വാസം മുൻഗാമികളായ പ്രവാചകന്മാരുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തനിക്കു മുൻപുള്ളവരും അനുഭവിച്ചിട്ടുണ്ടെന്നും അന്തിമ വിജയം സത്യവിശ്വാസികൾക്കൊപ്പമാണെന്നും പ്രവാചകൻ മനസ്സിലാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രാ മേറാജ് എന്നത് വെറുമൊരു കഥയല്ല, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ദൃഷ്ടാന്തമാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും പരലോകത്ത് അല്ലാഹു ഒരുക്കിവെച്ചിട്ടുള്ള ശിക്ഷകളെ ഭയപ്പെടാനും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രാ മിഅ്റാജ് യാത്രയുടെ ഏറ്റവും അത്യുന്നതമായ ഘട്ടത്തിലേക്കാണ് നാം ഇനി കടക്കുന്നത്. 7-ാം ആകാശവും പിന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ എത്തിയത് ബൈത്തുൽ മഅ്മൂർ എന്ന സ്വർഗീയ ക്യാബയുടെ അടുത്തേക്കാണ്. ഭൂമിയിലെ ക്യാബയ്ക്ക് നേർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പരിശുദ്ധ ഇടത്തിൽ ഓരോ ദിവസവും 70,000 മലക്കുകളാണ് ഇബാദത്തിനായി പ്രവേശിക്കുന്നത്. ഒരിക്കൽ പ്രവേശിച്ച മലക്കുകൾക്ക് പിന്നീടവിടെ പ്രവേശിക്കാൻ ഊഴ ലഭിക്കാത്ത അത്രയും വലിയൊരു സംഖ്യ മലക്കുകൾ അല്ലാഹുവിനെ അവിടെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നബി തിരുമേനി എത്തിയത് സിദ്രത്തുൽ മുൻതഹ എന്ന അതിർവരമ്പിലെ ഇലന്തമരത്തിനടുത്തേക്കാണ്. ആ മരത്തിന്റെ ഇലകൾ ആനച്ചെവികളെപ്പോലെ വലുതും അതിന്റെ പഴങ്ങൾ വലിയ മൺകുടങ്ങളെപ്പോലെയുമായിരുന്നു. സ്വർണത്തിന്റെ വെട്ടുകിളികൾ അതിനെ പൊതിഞ്ഞിരിക്കുന്നു. അവിടെ വെച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകന് വെളിപ്പെട്ടത്. 6000 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ രൂപം പ്രവാചകൻ അവിടെ വെച്ച് ദർശിച്ചു. സിദ്രത്തുൽ മുൻതഹായിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുഹമ്മദ് നബിയെ, എനിക്ക് ഇവിടം വരെ വരാനേ അനുവാദമുള്ളൂ. ഇനിയും മുന്നോട്ടു പോയാൽ അല്ലാഹുവിന്റെ പ്രകാശത്താൽ ഞാൻ കരിഞ്ഞുപോകും. അങ്ങ് ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുക. അങ്ങനെ ഒരു സൃഷ്ടിക്കും കടന്നുചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലൂടെ തങ്ങൾ സഞ്ചരിച്ചു. അവിടെ വെച്ച് അല്ലാഹു തന്റെ പ്രവാചകനോട് നേരിട്ട് സംസാരിച്ചു. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അവിടെ വെച്ചാണ് പ്രവാചകന് ലഭിച്ചത്. നിസ്കാരമെന്ന സമ്മാനം ലഭിച്ചതും അവിടെ വെച്ചുതന്നെ. തിരികെ ഭൂമിയിലെത്തിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരം പുലർന്നപ്പോൾ ക്യാബയുടെ അടുത്തുപോയിരുന്നു. തന്റെ ജീവിതത്തിലുണ്ടായ ഈ മഹാ അത്ഭുതം ജനങ്ങളോട് എങ്ങനെ പറയുമെന്ന ചിന്തയിലായിരുന്നു നബിതങ്ങൾ. അവിടേക്കു വന്ന അബൂജഹൽ പരിഹാസത്തോടെ ചോദിച്ചു, എന്തെങ്കിലും വിശേഷമുണ്ടോ? പ്രവാചകൻ സത്യസന്ധമായി മറുപടി നൽകി, അതെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഖുദ്സിലേക്ക് പോയി അവിടെ നിന്ന് ആകാശലോകങ്ങൾ സന്ദർശിച്ചു. ഇത് കേട്ട അബൂജഹൽ ഉറക്കെ ചിരിക്കുകയും ആളുകളെ വിളിച്ചുകൂട്ടി പ്രവാചകനെ പരിഹസിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർ ചോദിച്ചു, മാസങ്ങളെടുത്ത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇടത്തേക്ക് നീ ഒരു രാത്രി കൊണ്ട് പോയി വന്നെന്നോ? അവർ പ്രവാചകനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. മസ്ജിദുൽ അഖ്സയെക്കുറിച്ച് അവർ ചോദിച്ച ഓരോ ചോദ്യത്തിനും അല്ലാഹു ആ ദൃശ്യം പ്രവാചകന്റെ കൺമുന്നിൽ കാണിച്ചുകൊടുക്കുകയും നബി തങ്ങൾ കൃത്യമായി ഉത്തരം നൽകുകയും ചെയ്തു.
യാത്രക്കിടയിൽ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ താൻ കണ്ട കാര്യവും അവരുടെ ഒട്ടകം വിരണ്ടോടിയതും അവർ വെള്ളം കുടിച്ച പാത്രത്തിന്റെ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞു. ആ കച്ചവട സംഘം മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഓരോ കാര്യവും സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും സത്യം അംഗീകരിക്കാൻ അഹങ്കാരികൾ തയ്യാറായില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഉത്തമ വിശ്വാസികൾക്ക് ഈ സംഭവം അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇസ്രാ മേറാജ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം തവക്കുൽ അഥവാ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന തന്റെ അടിമയെ അല്ലാഹു ഒരിക്കലും കൈവിടില്ലെന്നും അവന് ഏറ്റവും വലിയ ആദരവ് നൽകുമെന്നും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഓരോ തവണ നിസ്കരിക്കുമ്പോഴും അത് നമ്മുടെ മിഅ്റാജായി മാറട്ടെ. അല്ലാഹുവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം ദൃഢമാക്കാൻ ഈ ചരിത്രം നമുക്ക് പ്രചോദനമാകട്ടെ. അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും സ്വലാത്ത് കൃത്യമായി നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് മസ്ജിദുൽ അഖ്സയുടെ വിജയം അല്ലാഹു വേഗത്തിലാക്കി നൽകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇതുവരെ ചർച്ച ചെയ്ത ഇസ്രാ മിഅ്റാജ് എന്ന ഈ മഹായാത്ര കേവലം ചരിത്രത്തിലെ ഒരു ഏടല്ല, മറിച്ച് ലോകാവസാനം വരെയുള്ള ഓരോ മുഅ്മിനിനും ജീവിതത്തിൽ വെളിച്ചം നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ഈ യാത്രയുടെ ഓരോ ഘട്ടവും നമ്മെ പഠിപ്പിക്കുന്നത് ചില പ്രധാന കാര്യങ്ങളാണ്. ഒന്നാമതായി, അല്ലാഹു തന്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കും, എന്നാൽ ഒരിക്കലും കൈവിടില്ല. ഖദീജ ബീവിയുടെയും അബൂതാലിബിന്റെയും വിയോഗം പ്രവാചകനെ മാനസികമായി തളർത്തിയപ്പോൾ പ്രപഞ്ചനാഥൻ പ്രവാചകനെ തന്റെ സാമീപ്യത്തിലേക്ക് വിളിച്ചുവരുത്തി ആശ്വസിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിങ്കിൽ നിന്നുള്ള വലിയൊരു ആശ്വാസം തൊട്ടടുത്തുണ്ടെന്ന് നാം വിശ്വസിക്കുക. രണ്ടാമതായി, നിസ്കാരത്തിന്റെ പ്രാധാന്യം. മറ്റെല്ലാ ഇബാദത്തുകളും ഭൂമിയിലേക്ക് ഇറക്കിക്കൊടുത്തപ്പോൾ നിസ്കാരം മാത്രം അല്ലാഹു ആകാശത്തേക്ക് വിളിച്ചുവരുത്തി നൽകി. ഇതുകൊണ്ടുതന്നെ മഹത്തുക്കൾ പറയാറുണ്ട്, അസ്വലാത്തു മെഅറാജുൽ മുഅ്മിനീൻ, നിസ്കാരം വിശ്വാസിയുടെ മെഅറാജാണ്. ഓരോ തവണ നാം നിസ്കാരത്തിന് നിൽക്കുമ്പോഴും നാം അല്ലാഹുവിന്റെ സാമീപ്യത്തിലാണ് നിൽക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. പ്രവാചകന് ലഭിച്ച ആ ആത്മീയ യാത്രയുടെ ഒരു അനുഭവം നമുക്ക് നമ്മുടെ നിസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കണം. മൂന്നാമതായി, മസ്ജിദുൽ അഖ്സയോടുള്ള നമ്മുടെ ബന്ധം. മക്കയിൽ നിന്ന പ്രവാചകൻ ആദ്യം പോയത് ഖുദ്സിലേക്കായിരുന്നു. അവിടെ നിന്നാണ് ആകാശയാത്ര ആരംഭിച്ചത്. ഇത് ഫലസ്തീനിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും പവിത്രതയെ വിളിച്ചോതുന്നു. ഈ പരിശുദ്ധമായ ഇടത്തെ സംരക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, മെഅ്റാജ് യാത്ര കഴിഞ്ഞ് പ്രവാചകൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് ഒരു പുതിയ ഉണർവോടും ശക്തിയോടും കൂടിയായിരുന്നു. അതിനുശേഷമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായ ഹിജ്റയും മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രനിർമ്മാണവും നടക്കുന്നത്. അതുപോലെ ഈ ചരിത്രം കേട്ടുകഴിയുന്ന നമ്മളും ഒരു പുതിയ മാറ്റത്തിന് തയ്യാറെടുക്കണം. നമ്മുടെ സ്വഭാവത്തിലും ആരാധനകളിലും അല്ലാഹുവുമായുള്ള ബന്ധത്തിലും ഒരു മെഅ്റാജ് ഉയർച്ച ഉണ്ടാകട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ തന്റെ പ്രവാചകന് കാണിച്ചുകൊടുത്ത ആ വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാകട്ടെ. നരകത്തിലെ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും സ്വർഗ്ഗത്തിലെ ഉന്നതമായ മഖാമുകളിൽ അല്ലാഹു നമ്മെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യട്ടെ. ഈ യാത്ര ഇവിടെ പൂർത്തിയാകുന്നു. അറിവ് പകരുന്നത് ഒരു സദക്കയാണ്. അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഇസ്ലാമിക ചരിത്രങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. ശുഭകരമായ ഒരു നാളെ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.